ഹായ് ഹലോ എവരിവൺ. അപ്പോൾ ദേ രാവിലെ തന്നെ ഞാൻ ഈ ഒരുങ്ങിയിട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും. അപ്പോൾ വേറെ എങ്ങോട്ടേക്കല്ല, ഞാൻ എൻ്റെ കൂട്ടുകാരും കൂടെ പോകുന്നത് ഓണം പരിപാടി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കോളേജിലേക്കാണ്. അപ്പോൾ എൻ്റെ കോളേജ് ലൈഫിലെ ലാസ്റ്റ് ഓണമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ കരുതി അതൊരു വ്ളോഗാക്കി തന്നെ നിങ്ങളെല്ലാവരും കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അത്തപ്പൂവൊക്കെ ഇട്ട് തീരാറായിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുട്ടികൾ, യൂണിയനിലെ കുട്ടികൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് കേട്ടോ അത്തപ്പൂ ഇടുന്നത്. അപ്പോൾ അത്തപ്പൂവൊക്കെ നല്ല കിടിലനായിട്ട് അവർ ഇട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് യൂണിയൻ്റെ വകയായിട്ട് ഒരുപാട് കളികളുണ്ടായിരുന്നു, ഓണപ്പരിപാടികൾ. അപ്പോൾ അതിനകത്ത് ഒന്ന് ആദ്യമേ ചാക്കിലോട്ടായിരുന്നു, അത് നമ്മൾ മിസ് ചെയ്തു. പിന്നെ ഉറിയടി നമ്മൾ അത്യാവശ്യം വാശിയേറിയ മത്സരമായിരുന്നു. അപ്പോൾ നമ്മൾ അത് ഇങ്ങനെ കാണുകയാണ് നമ്മൾ കൂട്ടുകാരികളെല്ലാം കൂടെ. പിന്നെ മാവേലി മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു ടീം വഞ്ചിപ്പാട്ട് പാടിയെ ഞാൻ കേൾപ്പിച്ചു തരാവേ. അങ്ങനെ ഓരോരോ ടീമുകൾ വന്നു. അതേപോലെ നമ്മുടെ മാവേലി കോമ്പറ്റീഷനിൽ ലാസ്റ്റ് നമ്മുടെ വാമനൻ നമ്മുടെ മാവേലിയെ ചവിട്ടി താഴ്ത്തുന്ന രംഗം സൈത ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പതിയെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഊഞ്ഞാലിട്ടേൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അവിടെ വന്നപ്പോഴും ഞാൻ ഏറൽ തന്നെയാണ്, ഞാൻ എപ്പോഴും ഏറലാണ്, എൻ്റെ കൂട്ടുകാരാണ്. അത് ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ കാണിച്ചു തരാം. നല്ല ചിരി. സഹപാഠികൾക്കിടയിൽ ഏക ഒരു വ്ളോഗർ എന്ന നിലയിൽ എനിക്ക് എപ്പോഴും ഇത് കിട്ടാറുള്ളതാണ്. അതുകൊണ്ട് അതെനിക്ക് സ്വാഭാവികമായിട്ടാണ് തോന്നിയത്. പിന്നീട് നമ്മുടെ ഫുഡ് വന്നിരുന്നു. കുറേ കാത്തിരിപ്പിന് ശേഷം നമ്മൾ വിശന്ന് വലഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ മന്തിച്ചട്ടൻ വന്നിരുന്നു. അപ്പോൾ ഈ മന്തി എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ സദ്യ വാങ്ങിക്കാമെന്ന് പ്ലാൻ ഇട്ടിരുന്നു. പക്ഷേ സദ്യക്കുള്ള ആ ഒരു ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ നമ്മളത് മന്തിയിൽ ഒതുക്കിയതാണ്. ആൻഡ് ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങുന്നില്ല, നമ്മളിങ്ങനെ തപ്പി പതുക്കെ ഇറക്കിയാണ്. അങ്ങനെയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടിക്ക് പോവുകയാണ്, നമ്മുടെ വടംവലിയിൽ ഫസ്റ്റ് തന്നെ ഒരു ഗേൾസിൻ്റെ ഉണ്ടായിരുന്നു. അതൊരു ജസ്റ്റ് ആ റോപ്പ് എടുത്തപ്പോഴത്തേക്ക് തന്നെ ഒരു ടീം ഔട്ടായി, ഒരു ടീം ജയിച്ചു. പിന്നീട് പക്ഷേ ബോയ്സിൻ്റെ ഉണ്ടായിരുന്നു. ഫൈനൽ കണ്ടപ്പോഴാണ് നമ്മൾ പോയത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിച്ചിൽ ലേറ്റ്. ഫൈനൽ നല്ല വാശിയേറിയ മത്സരമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വടംവലിയൊക്കെ നേരിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഗെയിമൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഓണത്തിൻ്റെ ഫീലൊക്കെ അടിച്ച് കയറി വരുന്ന എഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് മെയിൻ പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. നമ്മുടെ നാടൻപാട്ട് ഉണ്ടായിരുന്നു കേട്ടോ. യൂണിയൻ്റെ വകയായിട്ടായിരുന്നു നാടൻപാട്ട്. നല്ല കിഡിലെ നാടൻപാട്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മെയിൻ ആക്റ്റീവ് പരിപാടി, ഡാൻസ് കളിക്കുക എന്നുള്ളത്. അപ്പം നല്ല ആക്റ്റീവായിട്ടുള്ള നാടൻ പാട്ടുകൾ, നല്ല കിടിലൻ വെറൈറ്റി നാടൻ പാട്ടുകളൊക്കെ ആയിരുന്നു. അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊക്കെ കിടിലനായിട്ട് ഡാൻസൊക്കെ കളിച്ച് തിമിർത്താടി അങ്ങനെ നമ്മുടെ ഓണം പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. എനിക്ക് എപ്പോഴും വ്ളോഗ് എടുക്കുന്നതിന് ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സാണ് കേട്ടോ. ഇവരെനിക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനം. അപ്പം നമ്മൾ വീട്ടിലേക്ക് നടക്കുകയാണ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട്. നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഈ വർഷത്തെ ഓണപരിപാടി കൊട്ടിക്കലാശത്തോടു കൂടി അവസാനിച്ചിരിക്കുകയാണ്. അതുപോലെ ഹാപ്പി ഓണം. ബൈ ബൈ.